കൃഷിജാഗരൻ കൃഷി വാർത്തകൾ പവേർഡ് ബൈ സ്റ്റിൽ ഇന്ത്യ. ഇന്നത്തെ പ്രധാന വാർത്തകൾ. പാചകവാതക വിലയിൽ ആശ്വാസം, പുതുക്കിയ വില പ്രാബല്യത്തിൽ. കള്ളക്കടൽ പ്രതിഭാസം തുടരും, സംസ്ഥാനത്ത് നിയന്ത്രണങ്ങൾ കടുപ്പിച്ചു. കൊക്കോ വില സർവകാല റെക്കോർഡിൽ. ലോക്സഭാ തിരഞ്ഞെടുപ്പ്, വയനാട്ടിൽ ഹരിത മാതൃക ബൂത്ത്. പുതിയ സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ ദിനമായ ഏപ്രിലിൽ LPG സിലിണ്ടറിന്റെ വില കുറഞ്ഞു. പുതുക്കിയ വില ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരും. 19 കിലോ വാണിജ്യ ഗ്യാസ് സിലിണ്ടറിന് 32 രൂപയാണ് കുറഞ്ഞത്. അതേസമയം ഗാർഹിക ഗ്യാസ് സിലിണ്ടറുകളുടെ വിലയിൽ മാറ്റമില്ല. തുടർച്ചയായുള്ള 3 മാസത്തെ വില വർധനവിന് ശേഷമാണ് ഇന്ന് പാചകവാതക വില കുറയുന്നത്. കൊച്ചിയിൽ 1775 രൂപയാണ് പുതുക്കിയ വില. 5 കിലോ സിലിണ്ടർ വിലയിലും 7.50 രൂപയുടെ കുറവുണ്ടായിട്ടുണ്ട്. ഡൽഹിയിൽ 19 കിലോഗ്രാം വാണിജ്യ സിലിണ്ടർ വില 1764.50 രൂപയാണ്. മാർച്ചിൽ സിലിണ്ടറിന് 25.50 രൂപ വർധനമുണ്ടായിരുന്നു. ഫെബ്രുവരിയിൽ 14 രൂപയുടെയും ജനുവരിയിൽ 1.50 രൂപയുടെയും വർധനമാണ് ഉണ്ടായിട്ടുള്ളത്. സുനാമിക്ക് സമാനമായ കള്ളക്കടൽ പ്രതിഭാസം സംസ്ഥാനത്ത് തുടരുന്ന സാഹചര്യത്തിൽ ദുരന്ത നിവാരണ അതോറിറ്റി ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. അടുത്ത 2 ദിവസം കൂടി ഈ പ്രതിഭാസം തുടരുമെന്നും തീരപ്രദേശ നിവാസികളും മത്സ്യത്തൊഴിലാളികളും ജാഗ്രത പാലിക്കണമെന്നുമാണ് അറിയിപ്പ്. കടൽ തീരത്ത് ഇതുമായി ബന്ധപ്പെട്ട് മുന്നറിയിപ്പുകളും നൽകിയിട്ടുണ്ട്. കേരള തീരത്തും തെക്കൻ തമിഴ്നാട് തീരത്തും 0.5 മുതൽ 1.5 മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്ര സ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. സമുദ്രത്തിൽ വിദൂരമായി ഉണ്ടാകുന്ന ചുഴലിക്കാറ്റ് തീരത്ത് തിരകളുണ്ടാക്കുന്നതാണ് ഈ പ്രതിഭാസം. കരയിലേക്ക് മഴയോ കാറ്റോ വരാതെ തിര ഉയർന്നു പൊങ്ങുകയും അപ്രതീക്ഷിതമായി തിരകൾ അടിച്ചുകയറി തീരത്തെ കവർന്നെടുക്കുകയും ചെയ്യും. അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന കടലേറ്റം ആലപ്പുഴ, തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിലാണ് ഏറെ ദുരിതം വിതച്ചത്. കൊക്കോ വില സർവകാല റെക്കോർഡിൽ. രാജ്യാന്തര വിപണിയിൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിലയിൽ കൊക്കോ വിപണി. ഉണക്ക കൊക്കോയുടെ വില 250 നിന്ന് 800 രൂപയ്ക്ക് മുകളിലേക്ക് ഉയർന്നു. ഒരു വർഷത്തിനിടയിൽ 200% വർധനവുണ്ടായിരിക്കുന്നത്. അന്താരാഷ്ട്ര മാർക്കറ്റിൽ ടണ്ണിന് കഴിഞ്ഞ മാസം $2,400 എന്ന നിലയിൽ നിന്ന് ഉയർന്ന് ഇപ്പോൾ $8,000 മുകളിലായി. പശ്ചിമാഫ്രിക്കൻ രാജ്യങ്ങളിൽ സംഭവിച്ച കൃഷിനാശം മൂലം ലോകത്ത് കൊക്കോയുടെ 70% ലഭ്യമാക്കുന്ന ഘാന, ഐവറി കോസ്റ്റ് രാജ്യങ്ങളിൽ ഉൽപാദനം കുത്തനെ ഇടിഞ്ഞതാണ് വില കുത്തനെ ഉയരാൻ കാരണം. ഉയർന്ന വില ഒരു വർഷത്തേക്കെങ്കിലും തുടരുമെന്നാണ് കർഷകരുടെ പ്രതീക്ഷ. എന്നാൽ കേരളത്തിൽ വിളവെടുപ്പ് കാലമല്ലാത്തതിനാൽ വില വർധനവ് കേരളത്തിലെ കർഷകർക്ക് അധിക ഗുണം ചെയ്യില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി വയനാട്ടിൽ പ്രകൃതി സൗഹാർദ്ദ തെരഞ്ഞെടുപ്പിന്റെ സന്ദേശം പ്രചരിപ്പിക്കുന്നതിന് സിവിൽ സ്റ്റേഷൻ പരിസരത്തൊരുക്കിയ ഹരിത മാതൃകാ ബൂത്ത് ജില്ലാ കളക്ടർ ഡോക്ടർ വേണുരാജ് ഉദ്ഘാടനം ചെയ്തു. പ്രകൃതി സൗഹാർദ്ദ തെരഞ്ഞെടുപ്പ് നടത്തുന്നതിന്റെ ആവശ്യകതയും മാർഗനിർദ്ദേശങ്ങളും പൊതുജനങ്ങളിൽ എത്തിക്കുന്നതിന് ജില്ലാ ശുചിത്വ മിഷന്റെ നേതൃത്വത്തിൽ സ്വീപ്പുമായി സഹകരിച്ചാണ് ഹരിത മാതൃകാ ബൂത്ത് ഒരുക്കിയത്. വുഡ്, ഓല, കയർ, വൈക്കോൽ തുടങ്ങി പൂർണ്ണമായും പ്രകൃതി സൗഹൃദ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചാണ് മാതൃകാ പോളിംഗ് ബൂത്ത് നിർമ്മിച്ചിരിക്കുന്നത്. ഹരിത പെരുമാറ്റച്ചട്ടം സംബന്ധിച്ച വിവരങ്ങൾ, പ്രകൃതി സൗഹാർദ്ദ തെരഞ്ഞെടുപ്പിനുള്ള മാർഗനിർദ്ദേശങ്ങൾ എന്നിവ ഉൾപ്പെടുന്ന ലഘുലേഖ, പോസ്റ്ററുകൾ, നോട്ടീസുകൾ തുടങ്ങിയവ ബൂത്തിൽ വിതരണം ചെയ്യും. ഏപ്രിൽ 26 വരെ സിവിൽ സ്റ്റേഷനിൽ ബൂത്ത് പ്രവർത്തിക്കും. വാർത്തകൾ അവസാനിക്കുന്നു. നന്ദി.